എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്തായാലും ഈ ഒരു ആശംസ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ പതിവ് പോലെ മക്കളെല്ലാവരും കൂടി കുളിച്ചൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഓണത്തിനായാലും വിഷുവിനായാലും വീട്ടിൽ അടുപ്പ് പുകയണം എന്നാണ് പറയാന്ന്. ഈ ഒരു അഭിപ്രായത്തിനോട് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. എനിക്കെന്തായാലും ഈ ഒരു അഭിപ്രായത്തിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്നും കുക്ക് ചെയ്യുന്ന ആൾക്കാരാ. അപ്പോൾ ഓണത്തിനും വിഷുവിനും അത് നിർബന്ധമെന്ന് പറയുമ്പം അതിൽ കുറച്ചൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് കേട്ടോ. ഇതെൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പതിവ് പോലെ ഞങ്ങൾ ഓണസദ്യയിലേക്ക് കടന്നു കേട്ടോ. ഓണസദ്യക്ക് നമ്മളിവിടെ ആക്കുന്നത് കൂട്ടുകറി, അവിയൽ, 2 തരം പച്ചടി, പിന്നെ പുളി, അച്ചാറ്, ഉപ്പേരി, പപ്പടം, സാമ്പാർ, കൊണ്ടാട്ടം, ഇത്ര ഐറ്റംസാണ്. പിന്നെ പായസം ഉണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. പിന്നെന്താ, പതിവ് പോലെ തന്നെ മക്കൾക്കൊക്കെ കൊടുത്ത് ഓർക്ക് ഇലയിട്ട് നിലത്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധം കേട്ടോ. കാരണം നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മളും ഇങ്ങനെ തന്നെയല്ലേ കഴിച്ച്, ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടോ. അപ്പം പിന്നെ ഓർക്കും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ആൾക്കാർ കഴിച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഓണം.